നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 68. അരവവടാകൃതി പോൽ അഹന്തരണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ ഒരു കുറിയാര്യ ഇതിങ്ങനാര്യയാകുന്നു ഒരു കുറിയെന്നുണരേണ മോഹശാലി. നമ്മുടെ വ്യക്തിഗതമായ അവസ്ഥയെ പിരിച്ചുവെച്ച് പറഞ്ഞാൽ അത് ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയുടെ ഒരു സംയുക്ത രംഗമാണെന്ന് പറയാം. ശരീരം ചേതനയുള്ളതായിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ സംവേദനത്തെയും സുഖദുഃഖരൂപേണയുണ്ടാകുന്ന അനുഭവങ്ങളെയും ഓർമ്മകളെയും വിചാരധാരയെയും ഒന്നായി എടുത്തിട്ട് നാം അതിനെ മനസ്സെന്ന് വിളിക്കുന്നു. അതിനെയാണ് ഇവിടെ അങ്കിയുടെ വശത്ത് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് വെച്ചു നോക്കിയാൽ സാധാരണം എന്ന് പറയാവുന്നത് അങ്കി. ഗണനയിൽ നിന്ന് കവിഞ്ഞതെന്ന് പറയുന്നതിനെ ഇവിടെ അറിവെന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അറിവ് മനസ്സിന് ഗമ്യമായ അറിവല്ല, എന്നാൽ അത് ബുദ്ധിഗ്രാഹ്യമാണ് താനും. ഭഗവത്ഗീത 6-ാം അധ്യായം 21-ാം ശ്ലോകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സുഖമാത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. അതീന്ദ്രിയമായ ബുദ്ധി കൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതായ സുഖത്തെ തത്വപ്രകാരം അറിയുന്ന യോഗി ആ അവസ്ഥയിൽ നിശ്ചലതയെ പ്രാപിക്കുന്നു. ശരീരമില്ലെങ്കിൽ വ്യക്തിയില്ല. ശരീരം പ്രവർത്തിക്കണമെങ്കിൽ മനസ്സു വേണം. മനസ്സുണ്ടായിരിക്കണമെങ്കിൽ ശരീരവും അതിലെ പ്രാണപ്രക്രിയയും സിരാപടലവും എല്ലാം ഉണ്ടായിരിക്കണം. ഭൗതികമായ ഒട്ടേറെ പദാർത്ഥങ്ങളുടെ സമ്യക്കായ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് മനസ്സെന്ന് ശരീരശാസ്ത്രജ്ഞന്മാർക്ക് തോന്നത്തക്കവണ്ണം സങ്കീർണതയുള്ള ഒരു ആവിഷ്കരണമാണ് ശരീരം. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആധാരം മനസ്സാണോ, മനസ്സിൻ്റെ ആധാരം ശരീരമാണോ എന്ന് പറയുവാൻ പ്രയാസം. ശരീരവും മനസ്സും ഉണ്ടായിരുന്നാലും ഞാൻ എന്ന ബോധം ഒരാളിൽ വ്യക്തമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടി അയാൾക്ക് ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നതല്ല. എന്നു തന്നെയുമല്ല സുഖം, ദുഃഖം, ശീതം, ഉഷ്ണം, ജയം, അപജയം, മാനം, അപമാനം എന്നീ ദ്വൈതങ്ങളുടെയെല്ലാം അച്ചുതണ്ടായിരിക്കുന്നത് ഞാൻ എന്ന ബോധമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരസത്ത തന്നെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് അവൻ ലക്ഷീകരിക്കുന്നത്. ഒരുവൻ സുകുമാരരൂപങ്ങൾ കണ്ട് ആനന്ദിക്കുവാൻ കൊതിക്കുന്നു, രുചികരമായ ആഹാരം ഇഷ്ടപ്പെടുന്നു. അയാൾക്കിഷ്ടം സൗരഭ്യമുള്ള അന്തരീക്ഷമാണ്. ചുംബനാലിംഗനാദിയിൽ വലിയ കമ്പം. അങ്ങനെയുള്ളവൻ്റെ അഹന്ത ഈ ആഗ്രഹങ്ങളുടെ നിവൃത്തിക്കായി പല ഉപായങ്ങളും അന്വേഷിക്കും. അപ്പോൾ അയാളുടെ മനസ്സ് ബുദ്ധിയെ ആശ്രയിക്കാതിരിക്കുകയില്ല. എന്നാൽ ഇവിടെ ഒന്നിന് പിന്നാലെ ഒന്നായി നാം കണ്ട ശരീരം,
മനസ്സ്, അഹങ്കാരം, ബുദ്ധി ഇവയ്ക്കൊന്നിനും സ്വന്തമായിട്ടുള്ള പ്രകാശമില്ല. വസ്തുതകളെ അറിയുവാനും മൂല്യങ്ങളെ വിവേചനം ചെയ്യുവാനും അഹങ്കാരം ഇച്ഛിക്കുന്നതായ ആനന്ദോപാധികളെ കണ്ടെത്തുവാനും ബുദ്ധി അറിവ് തന്നെയായ ആത്മാവിൻ്റെ വെളിച്ചം ഏറ്റുവാങ്ങി അഹന്തയ്ക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്നതായ അഹന്ത ബുദ്ധിയെ കേവലം ഒരു ഉപകരണമാക്കി പൂർവാർജിതമായ സംസ്കാരത്തിൻ്റെയും വാസനയുടെയും നിറം പിടിപ്പിച്ച് വ്യക്തിയുടെ സ്വഭാവത്തിന് യോജിച്ചതാക്കുന്നു. ആകെയുള്ള ഒരേ ഒരു അറിവ് ആത്മാവിൻ്റെ പ്രകാശമാണെങ്കിലും എപ്പോഴും ശരീരത്തിലേക്കു മാത്രം തിരിഞ്ഞിരിക്കുന്ന അഹന്ത അതറിയുന്നില്ല. എന്നാൽ അസത്യമായ ഈ നിലപാട് എപ്പോഴും തുടരുവാൻ സാധിക്കുകയില്ല. ബുദ്ധിയുടെ സഹജമായ സംബന്ധം അറിവിനോടായതുകൊണ്ട് അത് അറിവിലേക്ക് തിരിയുമ്പോൾ ബുദ്ധിയെ വിട്ടുനിൽക്കാൻ കഴിയാത്ത അഹംബോധത്തിന് ഞാൻ ഈ ശരീരമല്ല എന്ന വിചാരമുണ്ടാകുന്നു. ആ അവസരത്തിൽ മനസ്സുപോലും അതുവരെ യാതൊരു സാപേക്ഷികമായ മൂല്യങ്ങളിൽ പ്രിയത കണ്ടിരുന്നുവോ അതെല്ലാം നിരർത്ഥകമായി കാണാറുണ്ട്. ഒരിക്കൽ അമൃതോപമമായി ആസ്വദിച്ചിരുന്നതിൽ തന്നെ വിഷശങ്കയുണ്ടാകുന്നു. ഇപ്രകാരം ഒരു വശത്തു നിന്നും ബുദ്ധി അഹങ്കാരത്തെയും മനസ്സിനെയും ആത്മാവിലേക്ക് ആകർഷിക്കുമ്പോൾ മറുവശത്തു നിന്നും മനസ്സ് അഹങ്കാരത്തെയും ബുദ്ധിയെയും ശരീരത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ വടംവലി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു സമയത്ത് ജീവിത വീക്ഷണം ആര്യവും അടുത്ത ക്ഷണത്തിൽ അത് അനാര്യവും ആയിത്തീരുന്നു. ഇതിലേതെങ്കിലും ഒരു വശത്തു മാത്രം നിൽക്കുവാനല്ല ഗുരു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ രണ്ടവസ്ഥകളും മാറി മാറി വരുന്നതിനെപ്പറ്റി ബോധവാനായി രണ്ടിൻ്റെയും മധ്യവർത്തിയായ സമനില ഉറപ്പിച്ച് പ്രശാന്ത ചിത്തനായിരിക്കുവാനാണ്.